മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസപ്പടി വാങ്ങിച്ചത് ഉൾപ്പെടെ കേന്ദ്ര കമ്പനി കാര്യാലയ മന്ത്രാലയം ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. അത് കർണാടകയിലെ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് BS വരുണ്, പോണ്ടിച്ചേരി രജിസ്ട്രാർ ഓഫ് കമ്പനി A ഗോകുൽനാഥ്, ചെന്നൈയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ K ശങ്കരനാരായണൻ എന്നിവർക്കാണ് അന്വേഷണ ചുമതല. കേരളത്തിൽ വളരെ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കിയ ഒരു ആരോപണമായിരുന്നു ഇത്. അതിനെ സംബന്ധിക്കുന്ന ഒരു പരാതി മാസപ്പടി വാങ്ങിച്ച കൂട്ടത്തിലെ PV എന്ന ഒരാൾ, അത് പിണറായി വിജയൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നു, അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയൻ, ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ്, അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ 12 പേര് ഇവിടെ നിന്ന് മാസപ്പടി വാങ്ങിച്ചു എന്നാണ്. അതിൻ്റെ കണക്കെങ്ങും ഹാജരാക്കിയിട്ടില്ല. വ്യക്തികൾ അത് സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നത് വളരെ സീരിയസായ ആരോപണമാണ്. കേരളത്തിലെ KSIDCക്ക് ഈ കർത്തായുടെ KMR കമ്പനിയിൽ 14% ഷെയറുണ്ട്. KMR കമ്പനി എന്ന് പറയുന്നത് അവിടെ കേരളത്തിലെ പ്രകൃതിയിലുള്ള ധാതുമണൽ കൊണ്ടുപോയി അവിടെ പ്രോസസ്സ് ചെയ്ത് സിന്തറ്റിക് റൂട്ടൈൽ ഉണ്ടാക്കി വിദേശത്തേക്ക് അയക്കുകയാണ് KMRൽ ചെയ്യുന്ന ജോലി. വളരെയധികം വിദേശ നാണ്യം ലഭിക്കുന്ന, വളരെയധികം ഫണ്ട് ലഭിക്കുന്ന ഒരു കമ്പനിയാണിത്. കാരണം ഇവിടെ നമുക്കറിയാം ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്, അത് കേരള ഗവൺമെൻറ്റാണ്. അത് വലിയ നഷ്ടത്തിൽ തന്നെയാണ് പോകുന്നതെന്നാണ് പറയുന്നത്. എന്നാലും 95% ധാതുമണലിനകത്ത് 95% ടൈറ്റാനിയം ഡയോക്സൈഡുള്ള മണലാണ് അവിടെ കൊണ്ടുവരുന്നത്. അത് കേരളത്തിലെ കൊല്ലത്തുള്ള ചില പ്രദേശങ്ങൾ, തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ, അമ്പലപ്പുഴ, ഇവിടെയൊക്കെ വന്ന് അടിയുന്ന മണൽ അത് വാരി അത് നിസാര വിലയ്ക്ക് KMRലിന് കൊടുക്കുന്നു സർക്കാർ. KMRലിൽ 14% ഷെയറുമുണ്ട്. അതിഭീമമായ പ്രോഫിറ്റ് കിട്ടുന്ന കമ്പനിയാണ് അത്. KSIDCയുടെ 14% ഷെയർ അതിനകത്തും ഉണ്ട്. ആരോപണം അസംബ്ലിയിലും വെളിയിലും ഉയർത്തിയിരിക്കുന്നത് മാത്യു കുഴൽനാടൻ MLA ആണ്. ആ ആരോപണത്തിന് വന്നതോടുകൂടി അതിനെ സംബന്ധിക്കുന്ന ഒരു വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞ് ഡയറക്ഷൻ കേരള ഗവൺമെൻറ്റിന് കൊടുക്കണം എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് നഗരേഷിൻ്റെ ബെഞ്ചിൽ ഒരു പരാതിയുണ്ട്. അദ്ദേഹം ഇതേപ്പറ്റി ചില സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. വിജിലൻസ് കോടതിയിൽ ആരോ ഒരാൾ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിരുന്നു. അത് കോടതി തള്ളി. കാരണം ഒരു വിജിലൻസ് കേസ് കേരളത്തിൽ എടുക്കുമ്പോൾ സർക്കാർ സാങ്ഷൻ വേണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടാണ് കേരളത്തിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കേസെടുക്കുന്നത്. റെഡ് ഹാൻഡറായിട്ട് പൊടിയിട്ട് പിടിക്കുന്ന കേസ് അല്ലാതെ എല്ലാ കേസുകൾക്കും സർക്കാരിൻ്റെ ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലെ വീണ വിജയനെതിരായിട്ട് കൊടുത്തെങ്കിലും ആ KMRൽ നിന്ന് 12 പേര് രാഷ്ട്രീയക്കാർ വാങ്ങിക്കുന്ന പണത്തിൻ്റെ അത് അഴിമതിയാണ്, ആൻറ്റി കറപ്ഷൻ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസെടുത്ത് അന്വേഷണം നടത്തണം, അതിന് കോടതി ഡയറക്ഷൻ കൊടുക്കണം എന്ന് കരുതി കൊടുത്ത പരാതി മൂവാറ്റുപുഴ കോടതി റിജക്റ്റ് ചെയ്തു. അതിൻ്റെ കാരണം വിജിലൻസിൽ കേസെടുക്കണമെങ്കിൽ സർക്കാർ സാങ്ഷൻ വേണം. ആ ഒരു ഗ്രൗണ്ടിലാണ് തള്ളിയത്. ഇതിനെ സംബന്ധിച്ച് ഒരു അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതി ചെന്നിട്ടുണ്ട്. ജസ്റ്റിസ് നഗരേഷിൻ്റെ ബെഞ്ചിലാണ്. അദ്ദേഹം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഇവരെടുത്ത്, ആ പരാതിക്കാരെടുത്ത്.
കാരണം ഇതിന് സർക്കാർ സാങ്ഷൻ ഉണ്ടോ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. എന്തായാലും അത് കോടതി വേറൊരു ദിവസത്തേക്ക് മാറ്റി വച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കമ്പനീസ് കാര്യാലയത്തിൻ്റെ ആ മന്ത്രാലയത്തിൻ്റെ കീഴിൽ നിന്ന് ഈ മാസപ്പടിയിൽ ഒരു അന്വേഷണം നടത്താൻ 3 പേരെ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉള്ള ഒരു സ്റ്റേറ്റിൻ്റെ റാങ്കിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ, അങ്ങനെ 3 പേരെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. 4 മാസത്തിനകം റിപ്പോർട്ട് കേന്ദ്ര മന്ത്രാലയത്തിൽ എത്തണം. ആ റിപ്പോർട്ടിനകത്ത് 1.72 കോടി 172 ലക്ഷം 1.72 കോടി രൂപ എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകള് വീണ വിജയൻ കൈപ്പറ്റി എന്ന് കർത്ത സെൻട്രൽ ഗവൺമെൻറ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് അവിടുത്തെ ഒരു എൻക്വയറിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അതുപോലെ 134 കോടി രൂപ കർത്ത പല ഏജൻസികൾക്കും കൊടുത്തതായിട്ടും അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്ത പണത്തിനൊക്കെ സെൻട്രൽ ടാക്സുകളും മറ്റ് സ്റ്റേറ്റ് ടാക്സുകളൊക്കെ അടച്ചിട്ടുണ്ടോ, അതൊന്നും അടച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇവിടെ കേരളത്തിലെ വീണ വിജയൻ ഉൾപ്പെടെ 12 രാഷ്ട്രീയക്കാർ വാങ്ങിച്ചിരിക്കുന്ന പണം എന്തിനാണ്? പാർട്ടി അക്കൗണ്ടിൽ പോയോ, അതോ ഈ വാങ്ങിച്ചിരിക്കുന്ന പണം സ്വന്തം ആവശ്യത്തിന് പേഴ്സണൽ ഉപയോഗത്തിന് കൊണ്ടുപോയോ? സ്റ്റേറ്റിൻ്റെ എക്സ്ചക്കറിൽ 14% ഷെയറുള്ള KSIDC ആ പണം വാങ്ങിച്ചിട്ടുണ്ടോ? വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കേരളത്തിൽ ഇതുപോലെയുള്ള ചോർച്ചകൾ തടയേണ്ടതാണ്. ധനകാര്യ വകുപ്പ് ആ പണം എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും അതിൻ്റെ പ്രോഫിറ്റ് സർക്കാരിൽ വന്നോ ഇല്ലയോ എന്നുള്ള മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ധനമന്ത്രാലയം മറുപടി കൊടുത്തില്ല കേന്ദ്രത്തിൽ. എന്തായാലും നോട്ടീസ് KSIDCക്കും അതുപോലെ തന്നെ എല്ലാവർക്കും കൊടുത്തിട്ട് പണം കൈപ്പറ്റിയവർക്ക് കൊടുത്തിട്ട് തൃപ്തികരമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികളെ ഇതേപ്പറ്റി അന്വേഷിക്കാനായിട്ട് ഉത്തരവിട്ടിരിക്കുന്നത്. അന്വേഷണം 4 മാസത്തിന് റിപ്പോർട്ട് കൊടുക്കും. ഇതിനകത്ത് കേരളത്തിന് ഏത് ഗവൺമെൻറ് വന്നാലും ശരി, കേരളത്തിലെ ധാതു ലവണമാണ് അത് ഈ കമ്പനി ലാഭം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനകത്ത് വെറും 14% റോ മെറ്റീരിയൽ കൊടുക്കുന്ന കേരളമാണ്. 14% വേണമോ, അതോ പ്രോഫിറ്റിൻ്റെ 50% കേരളത്തിന് ലഭിക്കേണ്ടതല്ലേ? അത് ചില രാഷ്ട്രീയക്കാരും വ്യക്തികളും അനധികൃതമായി അവർക്ക് പണം ലഭിക്കാനും കോടിക്കണക്കിന് രൂപ പണം ലഭിക്കാനുള്ള ഒരു ഏജൻസിയായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് സർക്കാരിൻ്റെ പൊതുഖജനാവിൽ പോകേണ്ട പണമാണ്. ആ കമ്പനി നടത്തുന്ന ആൾക്ക് ന്യായമായ ഒരു പ്രോഫിറ്റ് വെച്ചിട്ട് ബാക്കി പ്രോഫിറ്റുകൾ കംപ്ലീറ്റ് സർക്കാരിൻ്റെ എക്സ്ചക്കറിൽ അടയ്ക്കണം എന്ന് ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇടതും വലതുകാരും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രപ്പോസലും വന്നിട്ടില്ല. എന്തായാലും എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയാണ്. അവരൊരു സേവനവും ചെയ്യാതെ 1.72 കോടി രൂപ കൈപ്പറ്റി കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ. അതാണ് ഈ കേസിൻ്റെ പൊരുൾ. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇൻക്ലൂഡിങ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വാങ്ങിച്ചു എന്നാണ് ആരോപണം. എന്തായാലും വാങ്ങിച്ചത് എങ്കിൽ അത് കൃത്യമായി ഈ അന്വേഷണ ഏജൻസി കണ്ടെത്തും. അവിടുന്ന് ആരൊക്കെയാണ് പണം വാങ്ങിച്ചിരിക്കുന്നത്, 134 കോടി രൂപ എങ്ങോട്ട് പോയി, ഈ 12 രാഷ്ട്രീയ പാർട്ടിക്ക് എത്രയൊക്കെ കൊടുത്തു, അത് എത്ര വർഷം കൊണ്ട് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റിൽ വന്നിട്ടുണ്ടോ, GST ഉണ്ടോ, KGST ഉണ്ടോ, അതിവിടെ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം ഉടൻ വരും. 4 മാസത്തിനകം ഉണ്ടാവും. ഇതിനകത്ത് സെൻട്രൽ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. സെൻട്രലിലെ CBIയുടെ ഒരു അന്വേഷണം അല്ലെങ്കിൽ സെൻട്രൽ വിജിലൻസ് ഏജൻസി ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് ഒരു സംസ്ഥാനത്തിന് വരണ്ട, അല്ലെങ്കിൽ സ്റ്റേറ്റിന് വരണ്ട, അല്ലെങ്കിൽ പൊതുഖജനാവിൽ വരേണ്ട പണം ഇങ്ങനെ വിധിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വിജിലൻസ് ആംഗിളിൽ വരുന്ന സെൻട്രൽ വിജിലൻസിൻ്റെ ആംഗിളിൽ വരുന്നൊരു കുറ്റമാണ്. അതുകൊണ്ട് അവരെ പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരും, അറസ്റ്റ് ഉണ്ടാവും, നോട്ടീസ് കൊടുക്കും, അവരെ വിളിച്ചു വരുത്തും. ഇന്ത്യയിൽ നമുക്കറിയാം
എല്ലാ സംസ്ഥാനങ്ങളിലും അനധികൃതമായി പണം ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരെയും വിളിച്ചു വരുത്തുകയും ചിലരെ അറസ്റ്റ് ചെയ്യും, ചില മന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഇതുപോലുള്ളൊരു ആരോപണമാണ് ഇത്. അത് എത്രമാത്രം അതിനകത്ത് ഡീപ്പായിട്ട് കാര്യങ്ങളുണ്ട്, അതൊരു 4 മാസത്തിനകം കാര്യങ്ങൾ വളരെ വ്യക്തമാകും. പലരെയും ഇമേജ് തകരുന്ന ഒരു അന്വേഷണമായിരിക്കും അത്. അതുപോലെ തന്നെ അതിനകത്ത് പലരും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും.